ഒരു പതിറ്റാണ്ട് കാലം നീണ്ട 10 വർഷം ഒരു സംസ്ഥാനത്തിന്റെ ഭരണചക്രം മുഴുവൻ കയ്യിൽ കെട്ടിയിട്ടും ജനങ്ങൾ സ്വപ്നം കണ്ട ആ മലയൊന്നും മറിക്കാൻ സാധിക്കാത്തവർ ഇപ്പോ പെട്ടെന്ന് വലിയ ഡയലോഗുകളുമായി അവതരിച്ചിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ നിയുക്ത പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ പിണറായി വിജയനെ കുറിച്ചാണ് പറയുന്നത്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, പക്ഷേ ഇതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം. ഇന്നലെ വരെ ഭരിച്ചവർ ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് കുറ്റപത്രം വായിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ പിണറായി വിജയൻ ഉന്നയിച്ച വിമർശനങ്ങൾ കേട്ടാൽ അപ്പൊ തോന്നും കഴിഞ്ഞ 10 കൊല്ലം കേരളം ഒരു സ്വർഗ്ഗതുല്യമായിരുന്നു എന്ന്. പക്ഷേ ഈ വലിയ ഡയലോഗുകളുടെ പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? പിണറായി വിജയൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട്? അതോ ഇത് വെറും രാഷ്ട്രീയ നാടകം മാത്രമാണോ? വരും മിനിറ്റുകളിൽ കേരളം ഇതുവരെ ചർച്ച ചെയ്യാത്ത ചില ഞെട്ടിക്കുന്ന കണക്കുകളും വസ്തുതകളും നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. വലിയ ഗൗരവത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം നടന്നത്. VD സതീശൻ അവതരിപ്പിച്ചത് ഭാവി കേരളത്തിനായുള്ള ബ്ലൂ പ്രിന്റ് ഇല്ലാത്ത ബജറ്റാണത്രേ. പഴയ പദ്ധതികൾക്ക് പേരുമാറ്റി പ്രഖ്യാപിക്കുക മാത്രമാണ് UDF സർക്കാർ ചെയ്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ പേര് മാറ്റിയതാണ് അദ്ദേഹത്തിന് സഹിക്കാത്തത്. അതിലും വലിയ തമാശ എന്താണെന്ന് അറിയാമോ? LDF സർക്കാർ ഭരണം ഒഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ ഖജനാവിൽ 6000 കോടിയിലധികം രൂപയുടെ സർപ്ലസ് തുക ബാക്കിയാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത് എന്നാണ് മുൻ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. ഈ 6000 കോടി രൂപ കൈവശമുണ്ടായിരുന്നിട്ടും VD സതീശൻ എന്തിനാണ് കേരളം സാമ്പത്തിക അപകടാവസ്ഥയിലാണ് എന്ന് ബജറ്റിൽ ആമുഖമായി പറഞ്ഞത് എന്നാണ് ചോദ്യം. ഇത് വരും വർഷങ്ങളിൽ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സർക്കാർ ഇറക്കിയ ധവളപത്രം എന്ന മുൻകൂർ ജാമ്യമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അത് നമ്മൾ കേട്ടതാണേ. കേൾക്കാൻ നല്ല സുഖമുള്ള ഡയലോഗാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ശമ്പള കുടിശ്ശികയും പെൻഷൻ മുടങ്ങലും സപ്ലൈകോയിലെ വിലക്കയറ്റവും ഒക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ 6000 കോടിയുടെ സർപ്ലസ് കഥ. ആ 6000 കോടിയും കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്നത് അദ്ദേഹത്തിന് തന്നെ അറിയാം. ഇതിൽ ഏറ്റവും വലിയ കോമഡി, കഷ്ടമെന്നല്ലാതെ എന്താണ് ഇതിന് പറയേണ്ടത്? നമുക്ക് രാഷ്ട്രീയ നാടകങ്ങൾ മാറ്റി നിർത്തി കൃത്യമായ കണക്കുകളിലേക്ക് വരാം. മുൻ സർക്കാർ 6000 കോടി രൂപ ബാക്കി വെച്ചു എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള യഥാർത്ഥ സാമ്പത്തിക ശാസ്ത്രം എന്താണ്? ഏതൊരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലും മാർച്ച് 31 താൽക്കാലികമായി കാണിക്കുന്ന ട്രഷറി ബാലൻസ് അല്ല ഒരു സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ഭദ്രത. കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. പൊതുകടത്തിന്റെ ബാധ്യത കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിനിടയിൽ കേരളത്തിന്റെ പൊതുകടം എവിടെയാണ് ചെന്ന് നിന്നത്? ഏകദേശം 5.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് കേരളത്തിന്റെ ആകെ കടബാധ്യത എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനാണ്. അങ്ങനെയാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. കിഫ്ബി എന്ന സാമ്പത്തിക കുടുക്ക് വേറെ. ബജറ്റിന് പുറത്തു നിന്നും ഫണ്ട് കണ്ടെത്താൻ രൂപീകരിച്ച കിഫ്ബിയുടെ ബാധ്യതകൾ ഇന്ന് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക കടമായി കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നുണ്ട്. കിഫ്ബി വഴി എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാൻ മതിയായ വരുമാനമില്ലാതെ വരും തലമുറയുടെ മേലാണ് ആ ബാധ്യത മുഴുവൻ മുൻ സർക്കാർ കെട്ടിവെച്ചത്. അതായത് ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷ നേതാവ്. പിന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം മറന്നുപോയി. പാവപ്പെട്ട പൗരന്മാർക്ക് നൽകേണ്ട ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം മുടക്കി വെച്ചതും ഒടുവിൽ ഹൈക്കോടതിക്ക് വരെ ഇടപെടേണ്ടി വന്നതും ഇതേ ഭരണകാലത്താണ്. ബജറ്റിൽ 2000 കോടി രൂപയുടെ അധിക വിഹിതം മാറ്റിവെക്കാൻ പുതിയ സർക്കാരിന് കഴിഞ്ഞു എന്നത് സാമ്പത്തിക ഭദ്രതയുടെ തെളിവല്ല, മറിച്ച് തകർന്നടിഞ്ഞ ഖജനാവിനെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ നടത്തുന്ന അടിയന്തര ശ്രമങ്ങളുടെ ഭാഗമാണ്. എന്നിട്ടാണ് മുൻ മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമല്ലായിരുന്നു എന്ന്. ആരോടാ പറയുന്നേ? പിണറായി വിജയന്റെ അടുത്ത വലിയ ആയുധം കേന്ദ്ര അവഗണനയാണ്. VD സതീശന്റെ ബജറ്റിൽ കേന്ദ്രത്തിന്റെ അവഗണനയെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കേന്ദ്ര നയങ്ങളെ ബോധപൂർവം കണ്ടില്ലെന്ന് നടിച്ചു എന്നാണ് ആക്ഷേപം. കേന്ദ്രം എവിടെ അവഗണിച്ചു? ഇവിടെയാണ് രാഷ്ട്രീയ കാപട്യത്തിന്റെ മറ്റൊരു മുഖം പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും വസ്തുത തന്നെയാണ്. അതെന്തുകൊണ്ട്? അതിനെ ആരും ഇവിടെ വിശ്വസിക്കുന്നില്ല. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഗ്രാന്റുകളും വിഹിതവും കൃത്യസമയത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിൽ നിന്നും കൃത്യമായി ഫണ്ട് ലഭിക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ടായിരുന്നു. അതൊന്നും ചെയ്തില്ല. അതായത് ഓഡിറ്റ് റിപ്പോർട്ടൊന്നും സമർപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ പണം തരും? പിന്നെ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം കൃത്യമായി നടപ്പിലാക്കുന്നതിൽ കേരളം കാണിച്ച താമസം കേന്ദ്ര ഫണ്ടുകൾ യഥാസമയം ലഭിക്കുന്നതിന് തടസ്സമായി. ഇത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. മുൻ വർഷങ്ങളിൽ കേരളത്തിന് വലിയ തുക റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി ലഭിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ ഗ്രാന്റ് വർഷാവർഷം കുറഞ്ഞു വന്നു. സ്വന്തം വീഴ്ചകൾ മറച്ചു വെക്കാൻ എല്ലാ ദോഷവും കേന്ദ്രത്തിന്റെ തലയിൽ മാത്രം കെട്ടിവെക്കുന്ന തന്ത്രമാണ് മുൻ സർക്കാർ എപ്പോഴും പയറ്റിയിട്ടുള്ളത്. പുതിയ ബജറ്റിൽ കേന്ദ്രത്തെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നതിന് പകരം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം എങ്ങനെ കൂട്ടാം, നികുതി പിരിവ് എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതാണ് പുതിയ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ
വി.ഡി. സതീശൻ പ്രാധാന്യം നൽകിയത്. അതിനെയാണ് ഇപ്പോൾ കേന്ദ്രത്തോടുള്ള ദാസ്യം എന്ന് പ്രതിപക്ഷം ചിത്രീകരിക്കുന്നത്. നവകേരളം പദ്ധതിയെ പുതിയ സർക്കാർ പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറ്റൊരു സങ്കടം. കോടികൾ പൊടിച്ച് KSRTC ബസ്സിൽ മന്ത്രിമാരെ എല്ലാം കൂട്ടി നാട് നീളം നടന്നു നിർത്തിയ ആ നവകേരള സദസ്സ് ജനങ്ങൾ മറന്നിട്ടില്ല. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ എന്ന പേരിൽ നടത്തിയ ദൂർത്ത് കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന് എന്ത് നേട്ടം ഉണ്ടായത്? ആഡംബരങ്ങൾക്കും PR വർക്കുകൾക്കും വേണ്ടി ഖജനാവ് ദൂർത്തടിച്ച ആ നവകേരള മോഡൽ പുതിയ സർക്കാർ ഉപേക്ഷിച്ചെങ്കിൽ അത് ഈ നാട്ടിലെ നികുതി നായകരോട് ചെയ്ത ഏറ്റവും വലിയ നീതിയാണ്. അടുത്തത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ചുള്ള പരാമർശമാണ്. കേരളം അതിദാരിദ്ര്യം കുറവുള്ള സംസ്ഥാനമായി മാറിയത് ഏതെങ്കിലും ഒരു സർക്കാരിന് മാത്രം അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ നേട്ടമല്ല. അത് പതിറ്റാണ്ടുകളായി കേരളം കൈവരിച്ച സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതോടൊപ്പം നമ്മുടെ പ്രവാസികളും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പല അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും വെറും പേപ്പറിൽ മാത്രമായി ഒതുങ്ങി എന്നതിന് നിരവധി CAG റിപ്പോർട്ടുകൾ സാക്ഷ്യമാണ്. പരമ്പരാഗത വ്യവസായ മേഖലയെയും കർഷകരെയും UDF സർക്കാർ അവഗണിച്ചു എന്ന് പറയുന്ന പിണറായി വിജയൻ ആസിയൻ കരാറിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഓർമ്മിക്കുന്നത് കൗതുകകരമാണ്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ള തുക മാസങ്ങളോളം നൽകാതെ കർഷകനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിട്ടത് ഏത് സർക്കാരായിരുന്നു എന്ന് കേരളത്തിലെ കർഷകർക്ക് നന്നായിട്ട് അറിയാം. സപ്ലൈകോയിൽ നിന്നും കർഷകർക്ക് പണം നൽകാതെ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കാൻ കർഷകരെ നിർബന്ധിതരാക്കിയവർ ഇന്ന് കർഷക സ്നേഹം പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇതാണ് യഥാർത്ഥ ചിത്രം. 10 വർഷം ഭരണം കയ്യിലുണ്ടായിട്ടും കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർത്ത് കടക്കിണിയിലാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഭരണത്തിൽ നിന്നിറങ്ങിയവർ ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ വലിയ വായിൽ സംസാരിക്കുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെ സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും പുതിയ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുമുള്ള വെറും സാങ്കല്പിക ആരോപണങ്ങൾ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ കുറവുകൾ ഉണ്ടാകാം. നമ്മൾ അതിനൊന്നും ന്യായീകരിച്ചിട്ടില്ല. വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു ജനാധിപത്യ രാജ്യത്ത് അത് സ്വാഭാവികമാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം ഒന്നും ചെയ്യാത്തവർ ഇന്ന് ബ്ലൂ പ്രിന്റ് തിരിഞ്ഞ് ഇറങ്ങുന്നത് കാണുമ്പോൾ കഷ്ടമെന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കഴിഞ്ഞ 10 വർഷത്തെ മുൻ സർക്കാരിന്റെ ഭരണത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യും. മറ്റു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.